വ്യാപക നാശമുണ്ടായിട്ടുണ്ട്. ജില്ലയിൽ ഇപ്പോഴും കിഴക്കൻ മേഖലയിൽ മഴ തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അതിനിടെ പത്തനംതിട്ടയിൽ അപ്പർ കുട്ടനാട്ടിൽ മഴ ശക്തമാണ്. വീടുകളിലേക്ക് വെള്ളം കയറുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. നിരണം ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തായാലും നിരണം ഭാഗത്ത് രൂക്ഷമായ വെള്ളക്കെട്ട്, നമ്മൾ ഇന്നലെ വരുമ്പോൾ 11ാം വാർഡ് രൂക്ഷമായ വെള്ളക്കെട്ട് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ആ രൂക്ഷമായ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഇവിടെ ഒരു തൂമ്പ് മുറിച്ച് ആളുകൾ വെള്ളം അപ്പുറത്തോട്ട് മാറ്റുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമുക്കറിയാം, തൊട്ടടുത്ത മേഖല പൂർണ്ണമായി വെള്ളക്കെട്ടിൽ മുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. റോഡുകളിലും അതുപോലെ തന്നെ ഈ റോഡുകളിലേക്കടക്കം പൂർണ്ണമായി വെള്ളം കയറുന്ന ഒരു സാഹചര്യം, തൊട്ടടുത്ത വീടുകളടക്കം പൂർണ്ണമായി മുങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് പരിഹരിക്കാനാണ് ഇത്തരത്തിൽ തൂമ്പ് മുറിച്ചുകൊണ്ട് ആളുകൾ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് പഞ്ചായത്ത് അംഗത്തിൻ്റെ നാട്ടുകാർ കൃത്യമായ രീതിയിൽ ആളുകൾക്ക് പ്രതികരണമുണ്ട്. ചേട്ടാ, ഇതിപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷം തന്നെയല്ലേ? മോനെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഞങ്ങളുടെ ഈ അപ്പർ കുട്ടനാടി ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴയോ മറ്റുള്ള പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം പൊങ്ങി അത് താന്ന് കൊതുക് കയറി വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. വെള്ളം കയറി എന്നുള്ള കാര്യം വസ്തുതയല്ല. 10-20 മീറ്ററോളം അതെ നമ്മൾ കാണുന്നത്. അതാണ് മുറിക്കാൻ സമ്മതിക്കുന്നത്. ഈ തൂമ്പ് മുറിക്കുന്നതിന് പുള്ളി എന്ത് എതിർക്കാൻ നമുക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി എന്ത് കാരണത്താണ് മുറിക്കേണ്ട കോടതി ഉത്തരവുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. എന്താ PWD തൂമ്പ് മുറിക്കുന്നത്? എന്ത് ഹൈക്കോടതി ഉത്തരവാണ്? എടയോടി പാടശേഖരത്തിന്റെ തോടായത്. ഇത് ആർക്കും ഒരു അവകാശവും ഇല്ല. എത്രത്തോളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? എനിക്ക് പറയാനുള്ളത്, ഇവരുടെ ആരെയും പുരയിടത്തിൽ തൊടുന്നില്ല. ഇത് PWD റോഡാണ്. ഇതിൻ്റെ അടിക്ക് PWD കുഴലാണ് കിടക്കുന്നത്. ആ കുഴൽ മാത്രമേ തുറക്കുന്നുള്ളൂ. നമുക്കറിയാം, ഈ ദൃശ്യങ്ങൾ ഇതാ തൊട്ടടുത്ത പുഞ്ചപ്പാടങ്ങളാണ്. ഇവിടേക്കാണ് വെള്ളം പോകേണ്ടത്. അത് ഒഴുകിപ്പോകാത്തതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അടിയന്തരമായി നാട്ടുകാർ തന്നെയാണ് JCB വിളിച്ച് പഞ്ചായത്ത് അംഗം ലല്ലുവിൻ്റെ നേതൃത്വത്തിൽ ഇടപെട്ട് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഇവിടെ ആ തൂമ്പ് മുറിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത വീടുകളിലൊക്കെ പൂർണ്ണമായി വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അപ്പർ കുട്ടനാട്ടിൽ മഴക്കെടുതി എത്രത്തോളം രൂക്ഷമാണ് എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു ആ റിപ്പോർട്ട്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.